ഇന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നിർമ്മാണം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഒരു 7 മാസക്കാലം 2 ഘട്ടങ്ങളിലായി അതിരൂക്ഷമായ മഴ കാരണം ഒരിക്കൽ പില്ലറിനെ നമ്മൾ കുഴിയെടുത്ത് പില്ലറിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്താണ് മഴ വന്നിട്ട് പില്ലറിന്റെ കുഴികളിൽ മുഴുവൻ വെള്ളം നിറഞ്ഞ് അങ്ങനെ 3-4 മാസം നിർമ്മാണ പ്രവൃത്തി നടക്കാതെ പോയിട്ടുണ്ട്. അതേപോലെ പിന്നീട് ഈ ട്രസ്സും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ക്രെയിന് വന്നപ്പോൾ ക്രെയിന് ഈ ഭൂമിയിൽ അവിടെ നിർത്താൻ കഴിയാതെ മഴ ശക്തമായി വന്നപ്പോൾ അന്നു മുതൽ 2-3 മാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ നിർമ്മാണ പ്രവൃത്തി നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു കെട്ടിടം നമുക്കുണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിച്ച് ആധുനിക രൂപത്തിൽ മുഴുവൻ സജ്ജീകരണങ്ങളോടും കൂടി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഈ മഹല്ല് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ തന്നെ മറ്റു മഹല്ലുകളിൽ നിന്നൊക്കെ വ്യതിരിക്തമായി വളരെ നല്ല രൂപത്തിൽ മുസ്ലിം ഐക്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക കാണിക്കുന്ന ഒരു മഹല്ലായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ മഹല്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മഹല്ല് സങ്കല്പം വരുന്നത് വെറും നിക്കാഹുകൾ, മരണവുമായി ബന്ധപ്പെട്ട കബറടക്കം, ജുമാ ഇത്യാദി കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് ഏറ്റവും മാതൃകാ മഹല്ല്, ലോകത്തെ ആദ്യത്തെ മഹല്ല് സംവിധാനം നിലവിൽ വരുന്നത് മദീന പള്ളി കേന്ദ്രീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകൃതമായ സംവിധാനമാണ്. അന്ന് അവിടെ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലുള്ള മഹല്ല് സംവിധാനമാണെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിൽ നിലനിന്നുകൊണ്ടുള്ള ഒരു മഹല്ല് സംവിധാനമാണ്. ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം കേവലമായ ആരാധനാ കർമ്മങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ മഹല്ല് നിവാസികളുടെ സമ്പൂർണമായ ഉന്നമനമാണ് മഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രൂപത്തിലുണ്ടാവാം. ഒരു മഹല്ലിൽ ഉൾക്കൊള്ളുന്ന ജനങ്ങൾക്ക് ഏതൊരു വിഷയം വന്നാലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനാശ്രയിക്കാവുന്ന ഒരു ആശ്വാസ കേന്ദ്രമായി മഹല്ലുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു മഹല്ല് സംവിധാനത്തെയാണ് മാതൃകാ തരത്തിലുള്ള ഒരു മഹല്ല് രൂപീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയം എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, നമ്മുടെ മഹല്ലിൽ ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്. അവർക്കൊക്കെ നേരാവണ്ണം കോച്ചിങ് കൊടുത്ത് PSC കോച്ചിങ് പോലുള്ള ഒട്ടനവധി കോച്ചിങ്ങുകൾ കൊടുത്താൽ ഗവൺമെന്റ് സർവീസിലും UPSC കോച്ചിങ് ഒക്കെ കൊടുത്ത് കേന്ദ്ര സർവീസുകളിലൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഇവർക്ക് മാർഗദർശനമാകുന്ന രൂപത്തിൽ കരിയർ ഗൈഡൻസ് അടക്കമുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മളിൽ ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികൾ ഉയർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ IAS പോലെയുള്ള സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഒരു മാതൃകാ മഹല്ല് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അതേപോലെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. ആ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മഹല്ലില് നിലവിലൊരു ചികിത്സാ സഹായ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് അപര്യാപ്തമാകുന്ന രൂപത്തിലാണ് ഇന്നത്തെ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നതും രോഗം വർദ്ധിച്ചു വരുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒന്നുകൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ദീനീ വിദ്യാഭ്യാസ രംഗം വെറും മദ്രസ വിദ്യാഭ്യാസം മാത്രം അവസാനിപ്പിച്ച് കുട്ടികൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരായ ആളുകളെ, ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ദീനീപരമായ അവബോധം നൽകുന്ന ഒരു പദ്ധതിയൊക്കെ നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതേപോലെ പലിശരഹിത നിധി, ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ മഹല്ലിലെ മുഴുവൻ നിവാസികൾക്കും ആശ്വാസ കേന്ദ്രമാകുന്ന രൂപത്തിൽ മഹല്ലിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ഏറ്റവും
പരമപ്രധാനമായി ഏതൊരു സംഘടനയാവട്ടെ, മഹല്ലാകട്ടെ, ഏതൊരു ഫെഡറേഷൻ ആവട്ടെ, അതിനൊക്കെ ഏറ്റവും പരമപ്രധാനമായി വേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ ഭദ്രതയാണ്. ആ സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലേ സമൂഹത്തെ, മഹലിനെ നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ഈ ഓഡിറ്റോറിയം നമുക്ക് പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും. ആ തലത്തിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. അതോടൊപ്പം നമുക്കറിയാം, ഈ നമ്മുടെ മഹല്ലിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ കൂടെ മറ്റ് ദീനീപരമായ, വിദ്യാഭ്യാസപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രംഗങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പതിപ്പിക്കാൻ ഉതകുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് മഹല്ല് വഖഫ് പ്രൊജക്റ്റ് എന്ന പേരിൽ നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, സ്വാഗത ഭാഷണം എന്ന കർത്തവ്യത്തിലേക്ക്. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇതിൽ വന്നിരിക്കുന്നവരിൽ ഒരുപാട് പേര് ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. ആർക്കിടെക്റ്റുമാരുണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ഇത്തരം വർക്ക് എടുക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ മറ്റുള്ള ഇത്തരം ഓഡിറ്റോറിയങ്ങൾ കണ്ട് അതിൻ്റെ ഒക്കെ ഡ്രോബാക്ക് മനസ്സിലാക്കിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇനിയുള്ള പ്രവർത്തനത്തിനും നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു കൗണ്ടർ അവിടെ തുറന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പോകുമ്പോൾ ഈ ഓഡിറ്റോറിയം മുഴുവൻ നടന്ന് കണ്ട് എന്താണ് ഇനി ഇതിൽ നിങ്ങളുടെ അഭിപ്രായം, ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തുക. നമ്മളത് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് ടീമുമായും ആർക്കിടെക്ട് ടീമുമായും ചർച്ച ചെയ്ത് ഉൾക്കൊള്ളാവുന്ന നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളും. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മഹലിന് കൃത്യമായി 3 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള 3 വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഒന്ന് 2 ആണുങ്ങൾക്കും, ഒന്ന് ലേഡീസ് ഓൺലിയാണ്. സ്ത്രീകൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മുടെ മഹലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പോകുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അവിടെ വെച്ച കൗണ്ടറിൽ എഴുതി കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ മഹല്ല് ഖത്തീബ് കൂടിയായ അബ്ദുൽ റഷീദ് അൽ ഖാസിമി ഉസ്താദാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് വെച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബിപിയാങ്ങാടിയിലെ ഖത്തീബും പ്രമുഖ പ്രഭാഷകനുമായ സൈനുൽ ആബിദീൻ ഹുദവിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ മഹല്ലിന് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മഹല്ലിന്റെ മുത്തവല്ലിയും നമ്മുടെ ബഹുമാന്യനായ കാരണവരുമായ CK കുഞ്ഞുട്ടി ഹാജിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മഹലിന്റെ ട്രഷറർ BV ഇസ്മായിൽ ഹാജിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം നടക്കാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ആ ഒരു വിശദീകരണമാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആ വിശദീകരിക്കുന്നത് ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായ CM വഹാബ് സാഹിബാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം നമ്മുടെ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ CM മുഹമ്മദ് എന്ന മോനാക്കയെ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മഹല്ല് മുത്തവല്ലി CK കുഞ്ഞുട്ടി ഹാജിയെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.